ഉമ്മൻചാണ്ടി സാർ സമയത്ത് കിട്ടിയ വീടാണ്. അന്ന് ഞങ്ങൾ മലപ്പുറത്ത് ദുരസഹായത്തിൽ കിട്ടിയതാണ് ഈ വീട് കിട്ടിയ 4 സെന്റ് വീടാണ്. ഇവിടൊക്കെ പൊട്ടുണ്ട്, പൊട്ടി കീറിക്കുണ്ട്. അപ്പൊ പിണറായി സർക്കാർ അടുത്ത് 10 പരാതി നൽകിയതാണ്. ഇവിടൊക്കെ സീറ്റ് ഇട്ടുണ്ട്. ഈ സീറ്റ് ഞാൻ ഇടിച്ചാണ് അവിടെ പൊട്ടിക്കണം. അപ്പോ സീറ്റ് ഞാൻ ഇടിച്ചാണ് സീറ്റ് ഞാൻ ഇടിച്ചാണ്. പിണറായി സർക്കാർ ഒന്നും പറ്റില്ല. കേൾക്കുന്നുണ്ടോ? പിണറായി സർക്കാരിന് ഒന്നിനും പറ്റൂല. അയാളെ വായക്ക് തടക്കാൻ പറ്റുള്ളൂ, വായക്ക് കണ്ണീരിന് വെക്കാൻ പറ്റുള്ളൂ പിണറായി സർക്കാരിന്. ഉമ്മൻചാണ്ടി മരണപ്പെട്ട് പോയ അതിന്റെ കാര്യമില്ല. പിണറായിനെ കൊണ്ട് ഒരു കാര്യമില്ല. പിണറായിനെ വായക്ക് കണ്ണിരക്കാൻ പറ്റുള്ളൂ. കേട്ടോ, ഞങ്ങൾ ഈ സീറ്റൊക്കെ ലൈവ് ആൾക്കാർ ഇട്ടെന്നാണ്. എന്നിട്ടും വെള്ളം ഔത്തേക്ക് കയറുകയാണ്, വെള്ളം കയറി വരികയാണ് വെള്ളം. കണ്ടില്ലേ? ഇവിടെയൊക്കെ പൊട്ടി കീറിയുണ്ടോ? ഇതിനൊക്കെ ഞങ്ങൾ കൊടുത്താണ്, അപേക്ഷ കൊടുത്താണ് മെമ്പർക്ക്. ഇവിടുത്തെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. മെമ്പറോട് കാര്യം പറഞ്ഞു, ആരും കേട്ടിട്ടില്ല. പൊട്ടി കീറിയിട്ട് വരെ വെള്ളം നിൽക്കുന്നു, മുറ്റത്ത് വെള്ളം നിൽക്കുന്നു. ഇതാണ് മുറ്റം. 4 സെന്റുള്ള മുറ്റാണ്. ഇവിടൊക്കെ പൊട്ടുണ്ട്. അല്ല, ഏത് സമയത്ത് ഇത് കാറ്റടിച്ചുകൊണ്ട് പൊട്ടി വീണാൽ എന്തിനാ നല്ലത്? ഉണ്ടോ പൊട്ട്? ഇവിടൊക്കെ പൊട്ടുണ്ട്, ഉണ്ടല്ലേ? ഇവിടൊക്കെ പൊട്ടുണ്ട്. ഇതൊക്കെ നീങ്ങി പൊട്ടിക്കുന്നു, ഇവിടെ കൈ പൊട്ടിക്കുന്നു. ഇതിന് വരെ ആരുന്നില്ല, പിണറായി സർക്കാർ കാണില്ല. പാകപ്പെട്ട വീട് പിണറായി സർക്കാർ പറഞ്ഞാ ഞങ്ങൾ 4 വർഷം പൂർത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായോ? ഈ 4 വർഷത്തിന് ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി നിൽക്കുന്ന അവർക്ക് കണ്ടുപിടി ഇതിന് ഫലങ്ങളില്ല. മഴ പെയ്ത വെള്ളമൊക്കെ ഒത്തുകിടക്കുക, മഴ പെയ്ത വെള്ളം ഒത്തുകിടക്കുന്നു, ഒറ്റുകൊടുക്കുന്നു. അല്ലേ? അത് പിണറായി സർക്കാർ പറ്റിയ കൊണ്ടോട്ടി നിയമസഭ വലിക്കുന്ന കൊണ്ടോട്ടി ഇബ്രാഹിം നിയമസഭ കൊണ്ടോട്ടി കൊണ്ടോട്ടി MLA ഇതുവരെ ഈ വീട് കണ്ടിട്ടില്ല. പറയില്ല. നന്നായിട്ട് പൊട്ടി. എത്ര ചവിട്ടറിഞ്ഞേ മൊത്തം പൊട്ടിനുള്ള. അപ്പൊ കയ്യിലടക്കം ഇവിടൊക്കെ പൊട്ടിന്നു. കണ്ടില്ലേ? ഇവിടൊക്കെ പൊട്ടി കീറുന്നു. കണ്ടില്ലേ? അടുപ്പ് വരെ പൊട്ടി. കണ്ടില്ലേ? ഇവിടൊക്കെ പൊട്ടിന്നു. ഇതൊക്കെ പൊട്ടിയിലാണ് കാണുന്നത്. ഒരു ഫലമില്ല. നമ്മൾ ഒരുപാട് മുഖ്യമന്ത്രി പരാതി കൊടുക്കല്ലാതെ പിണറായി സർക്കാർ തള്ളുപടിയാണ്. പിണറായി തള്ളാൻ പറ്റുന്ന പിണറായിനാണ് ജനങ്ങൾ ജയിപ്പിച്ചത്.
ഒരു തള്ളി മറിച്ചിന പിണറായിയാണ്. ഒന്ന് ചിന്തിക്ക് ഈ കാണുന്ന ആൾക്കാർ. ഇത് കണ്ടാ പോരാ, ഇത് കണ്ടാ പോരാ, ഇത് കണ്ട ഇത് പൊട്ടിണ്ടോ പൊട്ടി. ഇതൊക്കെ പൊട്ടി വേണ്ടത്, ഇതൊക്കെ പൊട്ടിക്കുണ്ട്. ഇതൊക്കെ പൊട്ടി മഴ പെയ്ത മൊത്തം പൊട്ടിക്കൊണ്ടിരിക്കുക. ആരും കേൾക്കണില്ല. പിണറായി സർക്കാർ ഇത് കാണുന്നില്ല. പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഒരു കൊണയില്ല. എല്ലായിടത്തും ഇതാ പൊട്ടിന്നു അല്ലേ? ഇവിടൊക്കെ പൊട്ടുണ്ട്. ഇവിടൊക്കെ ഉണ്ട് ഉണ്ടോ പൊട്ടി, എല്ലായിടത്തും പൊട്ടുണ്ട്. എന്നാ ഇതാ ഇവിടൊക്കെ പൊട്ടിണ്ടാ. ഇടുക്കി പൊളിഞ്ഞാണ്. ഇടുക്കി പൊട്ടിയാണ് പൊട്ട് ഉണ്ടല്ലേ? ഇവിടൊക്കെ പൊട്ടുണ്ട്, ഇവിടെയും പൊട്ടുണ്ട്, ഇവിടൊക്കെ പൊട്ടുണ്ട്. ഇതൊക്കെ പൊട്ടാണ്. ഇത് ഇവിടുത്തെ MLA TV ഇബ്രാഹിമിനോട് ഒരു കാര്യം കാര്യമില്ല. അയാളൊക്കെയാണ് ഇവിടുത്തെ MLA ആയി ഇരിക്കുന്നത്. 10 പൈസക്കും ഉപകാരമില്ലാത്ത നാടിന് കഴിയാത്ത MLA കൊണ്ടോട്ടി MLA അറിയും. ആ MLA കൊടുത്ത് അറിയാം. MLA കാണുന്നില്ല. MLA എവിടെയെങ്കിലും ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഏതെങ്കിലും പെരയിൽ തിന്നാൻ കിട്ടുകൊടുത്ത് തിന്നിനോടത്ത് MLA ഉണ്ടാവും. ഇവിടെ തിന്നാൻ കിട്ടുകൊടുത്തുണ്ടാവും. അല്ല MLA കാണൂല. ഉണ്ടാവും. ഇതൊക്കെ പൊട്ടിക്കണം, മൊത്തം പൊട്ടിക്കാണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇത് കാണിച്ചുകൊണ്ട് പോയല്ല. ഇത് നിങ്ങൾ പകാരം കാണണം. ഇത് കണ്ടുകൊണ്ട് പോയാൽ പോരാ. ഇത് പകാരം എടുക്കുന്നത് നിങ്ങളാണ് ഇത് എത്തിക്കേണ്ടത്. ഇത് ഇത് കണ്ടാ പോരാ. ഇതിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. അവര് കണ്ടുകൊണ്ട് പോവല്ലാതെ ഇതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ? പൊട്ടിയിരിക്കണ്ട്, ഒക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിതില്ല കണ്ടില്ലേ? പൊട്ടിയിരിക്കണോ? പൊട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിയിരിക്കണോ? ഒന്നുമില്ല. എത്ര വട്ടം പറഞ്ഞാണ് പൊട്ടിക്കണം അല്ലേ? ഇനിയും ഒരു തീരുമാനം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ വാർഡ് മെമ്പറിന് ഒത്തിനും പറ്റില്ല. പറഞ്ഞാൽ ഒന്നിനും ശരിയാവൂല എന്ന് പറയാം. വെറുതെ ജയിച്ചാണ്. ഒരു പാങ്ങളൊക്കെ വെറുതെ ജയിച്ചു പോയി. വെറുതെ പേര് കളയാൻ വേണ്ടി ജനങ്ങൾ ജയിപ്പിച്ചിട്ടാണ്. അതെന്താ പറയാ, ഒന്നിനും പറ്റാത്ത അടുപ്പൊക്കെ ചോറിനെടുക്കുന്നു ഉണ്ടോ? ഇവിടെക്ക ഉണ്ടോ? ഇതൊന്നും കേട്ടില്ല. ഒക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ? ഇതൊക്ക അല്ലേ? മൊത്തം ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പരാതി കൊടുത്താണ് സർക്കാരിന്. പിണറായി മന്ത്രിക്ക് പരാതി കൊടുത്ത്. പിണറായി സർക്കാരിന് അത് ഇല്ലാത്തല്ല. കണ്ണുണ്ടായിട്ട് ആള് പകാരം കാണില്ല. അയാളെ ഉദ്യോഗസ്ഥന്മാരും കൂടി കളിക്കുകയാണ്. പിണറായി വിജയനിക്ക് പരാതി കൊടുത്താണ്. ആ പിണറായി വിജയനെ ഒന്നിനും പറ്റില്ല. വായക്ക് കണ്ണീര് വെക്കാനേ പറ്റുള്ള ആളാ. വായ മുകുമ്പോ അതിന് വെക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ ആള് കേൾക്കണില്ല. ഇത് മൊത്തം പൊട്ടിക്കുകയാണ്. ഞാനേ തേടണേ ഉണ്ടോ? ഇവിടൊക്കെ ഉണ്ടല്ലേ? ഇവിടൊക്കെ ലീക്കുണ്ട്. അല്ലേ? ലീക്കുണ്ട് അല്ലോ. ഇവിടൊക്കെ ലീക്കുണ്ട്. നമ്മൾ ലീക്കുണ്ട്. ആ ഭാഗത്തൊക്കെ ലീക്കാ ഉണ്ടോ? ഇവിടൊക്കെ മഴ ചോറും എടുക്കും അല്ലേ? ഇതൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഇവിടെ സർക്കാരിനും ഇവിടുത്തെ MLAക്കൊന്നും ഇവിടുത്തെ വാർഡ് മെമ്പർക്കൊന്നും ഒരു ബോധമില്ല. ആണ് ഇവിടൊക്കെ മെമ്പർമാരുണ്ട്, അവർക്കൊന്നും ബോധമില്ലല്ലോ. കാരണം പൊട്ടിയിരിക്കുന്ന പറയില്ല. അതുകൊണ്ട് ഒരു കണ്ടോ
അതല്ലേ പൊട്ടിയിരിക്കണത്, പൊട്ടിയിരിക്കുന്നു അതല്ലേ. ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. ഒരു കാര്യമില്ല അതല്ലേ. പൊട്ടിയിരിക്കുക, പൊട്ടിയിരിക്കുന്നുണ്ടോ, പൊട്ടിയിരിക്കുക. ആരും കേൾക്കണില്ല. പൈസക്കാരുണ്ടായാലും പൈസക്കാർ കാണില്ല. പൈസ ഉള്ള ആളുണ്ടായിട്ട് അവർ കാണാതെ പോകും. ചിലവാക്കാൻ പേടിയാണ്. സാധനം കൊടുത്താൽ അത് പൈസ ഉണ്ടെങ്കിൽ പേടിയാണ്. ആ പേടി കൊണ്ടാണ് ആൾക്കാരുണ്ട്, പണക്കാരുള്ള ആളുകൾ. ആ പണക്കാരുള്ളവർക്കാണ് പഠിച്ചാൽ പിന്നെ 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 കൊടുക്കുന്നത്. ഈ ഇല്ലാത്ത ആൾക്ക് ഇല്ലാത്ത കൊടുക്കണ്ടേ, ഈ ഉള്ളവർക്ക് പിന്നെ പിന്നെ കൊടുക്കും. പഠിച്ചവന് ഉള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഇല്ലാത്തവർക്ക് കൊടുത്ത് കാര്യമുള്ളൂ. ഈ ഉള്ളവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവരെ അവര് ഉപകാരില്ല, അത് വെറുതെ കൊടുക്കുകയാണ്, വെറുതെ കൊടുക്കുകയാണ്. ഈ ഈ ഈ ഉള്ളവർക്ക് പിന്നെ കൊടുക്കാറില്ല, അവർക്ക് കാര്യമില്ല, വെറുതെ കൊടുക്കുകയാണ്. ഉണ്ടോ? സർക്കാരിനെ കൊണ്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. പിണറായി സർക്കാരിനെ കൊണ്ട് ഒരു കാര്യമില്ല, നാട്ടിൽ കാര്യമില്ല. അയാളെ വായക്ക് കണ്ണീരൊക്കെ വായ പോകുമ്പോ പിണറായി സർക്കാർ വായക്ക് കണ്ണീരൊക്കെ ഒരു മനസ്സിനുള്ള അറിയാത്ത പിണറായി വായക്ക് കണ്ണീരൊക്കെ ആയിട്ടുള്ളൂ. വായക്ക് കണ്ണീര് വെക്കാനോ പിണറായി കൊണ്ടുപോയിട്ട് MLA വായക്ക് കണ്ണീരക്കാൻ മെമ്പർമാരടക്കം വായക്ക് കണ്ണീരക്കാനായിട്ടുള്ളൂ. അതെ, 41 മെമ്പർമാരുണ്ട്. 41 മെമ്പർമാരെ വായക്ക് കണ്ണീരക്കാനായിട്ടുള്ളൂ. നല്ലൊരു കാര്യം ചെയ്യില്ല, ഒരു നല്ല നല്ലൊരു കാര്യം ചെയ്യില്ല. ഇല്ലാത്തത് മാത്രമാണ് പഠിച്ചു കൊടുക്കുന്നുള്ളൂ. അല്ലെ, ഈ ഉള്ളവന് പിരിവ്, ഇല്ലാത്തവർക്ക് ഇല്ല. ഉള്ളവന് കൊടുത്തിട്ട് കാര്യമില്ല, ഉള്ളവനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ കൊടുക്കുകയാണ്. അതല്ലേ ഈ ഉള്ളവനെ നമ്മൾ ഒരുപാട് പഠിക്കുന്നു. നമ്മള് പരാതി കൊടുക്കണം, പരാതി നൽകി ഇവിടെ നമ്മൾക്ക് വേണ്ടി അപേക്ഷിച്ച് എല്ലാം തള്ളിക്കല്ലേ. പിണറായി സർക്കാർ ജോലിക്ക് കൊടുത്തത് അപേക്ഷ തള്ളി, എല്ലാം തള്ളിക്കാണ്. അപ്പോ ഇവിടെ വെള്ളം നിൽക്കുന്നു, വെള്ളം നിൽക്കണേ, വെള്ളം അപ്പോ വെള്ളം നിൽക്കല്ലേ, വെള്ളം നിൽക്കുന്നത് അവർ മാത്രമാണ് മുന്നോട്ട് വന്നത്. ഭയങ്കര കാറ്റാണ്, അവിടെ പൊട്ടി, അവിടെ പൊട്ടി, ബാക്കൊക്കെ പൊട്ടി, ബാക്കെല്ലാം പൊട്ടി. ചിച്ചിട്ട് കാര്യമില്ല, ഈ ഇല്ലാത്തത് കൊടുത്തിട്ട് കാര്യമില്ല, ഈ ഇല്ലാത്തത് കൊടുത്തിട്ട് കാര്യമില്ല. അത് പടച്ചവൻ ഇലോന് കൊടുത്തിട്ടുണ്ടാകും, ഇലോന് കൊടുത്തിട്ട് കാര്യമില്ല, ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ല, ഇല്ലാത്തവർക്ക്. അപ്പൊ ഉള്ളവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, മൊത്തം പൊട്ടി. ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല. ആ പാടെ 4 സ്ഥലം പൊട്ടിക്കെടുക്കുക, പൊട്ടിക്കെടുക്കുന്നുണ്ടാവും. പൊട്ടിക്കണേ ഒരു കാര്യം നമ്മൾ പൊട്ടണേ. പക്ഷെ ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനോട് കാര്യമില്ല. പിണറായി സർക്കാരിന്റെ വായക്ക് പറ്റുള്ളൂ, വായക്ക് കണ്ണേറിന്, വായക്ക് കണ്ണേറൊക്കെ പറ്റും. അതെ, അല്ലേ, ഞാൻ പിന്നെയും കാണിച്ചാണ്, പിന്നെയും കാണിച്ചിട്ടുണ്ടാവും. പൊട്ടിയെടുക്കുക. ഇതിപ്പോ ബാക്ക് പോരാ, ബാക്ക് ആറപ്പുറം, ബാക്ക് 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 പോരാണല്ലോ. പിന്നെ ബാക്ക് പോരാൻ കളിക്കുന്നത്, ബാക്ക് പുറത്തിന് മേലൊക്കെ പൊട്ടിയുണ്ടോ, ഇവിടെയൊക്കെ പൊട്ടുണ്ട്, ഒക്കെ പൊട്ടുണ്ട്. മഴത്ത് വളർക്കാണ്, മേലൊക്കെ പൊട്ടുണ്ട്, മേലെ പൊട്ടുണ്ട്, ഇവിടെ പൊട്ടുന്നുണ്ടോ, ഒക്കെ
ഇതൊക്കെ ഇത് പുക വന്നിട്ട് ഔത്തിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ? ഒരു വരയില്ല. നമ്മൾ ഒരുപാട് കൊടുത്താണ് 10 പരാതി കൊടുക്കണ്ടേ. വായക്ക് കണ്ണീരക്കാനായിട്ടുള്ളൂ കണ്ടോ, പൊട്ടിയിരിക്കുകയാണ് കണ്ടോ. കാറ്റും മായും വന്നാൽ തകരും, പൊട്ടിയിരിക്കുകയാണ്. ഇതൊന്നും വെട്ടുന്നില്ല, അതൊന്നും വെട്ടി മാറ്റിട്ടില്ല. ഇതൊക്കെ പാല് വള്ളാണി കൊടുക്കണില്ല. സർക്കാർ കള്ളന്മാരാണ്. ഈ പിണറായി സർക്കാരും ഈ വാട്ടർത്തിന്റെ ആൾക്കാരൊക്കെ കള്ളന്മാര്. പൈസ കൊടുത്തത് വേണം കിട്ടുക. കണ്ടോ, ഇവിടൊക്കെ പൊട്ടുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. പിണറായി സർക്കാരിന്റെ ഭരണം വളരെ തല്ലിപ്പൊടി ഭരണം. പിണറായി അധികാട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാന് പരാവട്ടം പറഞ്ഞു, പൊട്ടുണ്ടേ, ഞങ്ങളൊക്കെ പരാതി കൊടുത്താണേ. ഞാൻ ഒരുപാട് പരാതി പോയി. ഞങ്ങളെ വീട്ടില് 3 ആൺകുട്ടികളുണ്ട്. 3 ആൺകുട്ടി പെൺകുട്ടിയാണ് പോയാലും മാത്രം ശരിയുള്ളൂ. അപ്പൊ ഇതൊക്കെ മൊത്തം കംപ്ലൈന്റ്. ആരും എടുക്കണില്ല. അപ്പൊ ആരെയും കാണാൻ പിന്നെ കല്ലോ പിന്നെ രണ്ടാമത് ചെയ്യാനുള്ള തരിക, ആരെങ്കിലും എത്തിച്ച് തരിക. നമ്മൾ ഈ പിണറായി കാര്യമില്ല. നമ്മൾ പിണറായി പോയതാണ്. പിണറായിന്റെ അടുത്ത് പോയിക്കണു, കൊണ്ടോട്ടി ടി വി ഇബ്രാഹിമോട് പറഞ്ഞിരിക്കണു. ചെമ്പാറുമുള്ള വാർഡ് മെമ്പറായ കാലാക്കാരൊന്നും കുറിച്ചില്ല. അയാളൊക്കെ വെറുതെ ജയിപ്പിച്ചാണ്. അയാളൊക്കെ പൈസന്റെ അതിൽ ജയിച്ചു പോയതാണ്. പൈസ ജയിച്ചു പോയത് അയാളൊക്കെ പൈസ ജയിച്ചു പോയതാണ്. പൈസമ്മര് ജയിച്ചു പോയതാണ് അവലൊക്കെ. പൈസമ്മര് ജയിച്ചുകൊണ്ട് കയറും. മഴയുടെ വെള്ളമൊക്കെ ഔത്തിക്കാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് മഴ മഴയുടെ വെള്ളം അതിനാണ് വാർപ്പായി കെട്ടി. എന്നിട്ട് ആ വാർപ്പയുടെ കാര്യമില്ല, ആ വാർപ്പയോട് കാര്യമില്ല. മഴ എടുക്കുകയാണ്, എടുക്കുകയാണ്. പിന്നെ കുടുംബക്കാരോട് കാര്യമില്ല, ഒന്നിനും പറ്റില്ല. കുടുംബക്കാര് പൈസ ഉള്ള ആൾക്കാരാണ്, ഒരു തെരുവില ഒരു സാരില്ല, പൈസ ഉള്ള ആൾക്കാരാണ് കുടുംബക്കാര് പാങ്ങളെ മൈൻഡ് ചെയ്യില്ല. അതാണ് പണം ഉണ്ടായാൽ മറ്റുള്ള ആൾക്കാരെ കാണും. ഉണ്ടോ മയത് ഉണ്ടോ മയത് ഒരു കാര്യം പറഞ്ഞ കേൾക്കൂല. ചെറിയ നമ്മൾ പറഞ്ഞുകൊണ്ട് ശരിയാക്കിയില്ല, ശരിയാക്കി സൈക്കിളെ വെച്ച് തുരുമ്പിടിച്ചിട്ട് സൈക്കിൾ വെച്ച് കാര്യമില്ല. ഇവിടെ വെച്ചാല് വെള്ളം എടുക്കും. ഇവിടെ വെച്ചാൽ മഴ കൊടുക്കാൻ തുരുമ്പിടിച്ചു അവിടെ താരി വെച്ചിരിക്കുക. എന്താ വെച്ചാൽ മഴ വെള്ളം എടുക്കും. ഇവിടെ ഒന്നും ഇതില്ലല്ലോ. സീറ്റ് അടിച്ചാൽ നന്ദി കൊട്ടിയാവും. അതാ ഇത് സീറ്റുകളൊന്നും പോരാ. ഈ സീറ്റൊക്കെ വെറുതെട്ടാണ്. ഇതൊക്കെ ഇട്ടതൊന്നും നമ്മള് ഇട്ടതൊന്നും പോരാ, ശരിയായിട്ടില്ല. മഴയുടെ വെള്ളമൊക്കെ ഔത്ത് കിടക്കുകയാണ്. ഈ താരിക്കട് കയറും വെള്ളം വരുന്നത് ഒന്നായിട്ട് ഈ ഔത്തിക്കാണ് കയറും. ചീറ്റടിച്ചാൽ നേരെ ഔത്തിക്കാണ് വെള്ളം വരുന്നത്. 2 വട്ടം ഔത്തിക്ക് വന്നു ഈ മഴ ചെയ്താൽ. കണ്ടില്ലേ, ഇവിടൊക്കെ പൊട്ടി കീറുണ്ട്. അത് ഇവിടൊക്കെ വെള്ളം നിൽക്കുന്നു.
ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. കണ്ടോ വെള്ളം നിൽക്കുന്നത് കണ്ടില്ലേ? ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ? ഇവിടെ പൊട്ട് കണ്ടോ? മായത പൊട്ടിക്കണം പൊട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞാണ്. എന്നിട്ട് എന്താ ഒരു പരി വട്ടം എന്താ ഒരു കാര്യം മായത് പൊട്ടിന്നു. ഇതൊക്കെ പൊട്ടിന്നു. ഇതുകൊണ്ടൊക്കെയാ ഇത് വെക്കണം. ഒരു റൂട്ട് റൂമാ. ഇത് സിറ്റോട്ട് ലൈൻകാട്. ഇത് ലൈൻകാടാ. അതെ ഇവിടെയൊക്കെ പൊട്ടിന്നു. ഒരു പറയില്ല. ഇല്ലേ ഇവിടെയൊക്കെ ഇതൊന്നും ശരിയില്ല. ഇതെന്താണോ തുരുമ്പിടിച്ചിക്കണേ. ഇന്ന് കറണ്ട് കയറുന്നില്ല. കംപ്ലൈൻറ്റാ. വയറൊക്കെ ഇവിടെയൊക്കെ ലീക്കണോ? ഇതൊക്കെ ലീക്കാണ്. മായ വെള്ളമായിട്ട് ഇത് കയറിയിരിക്കുകയാണ്. ഇത് സിറ്റോട്ടാണ്. സിറ്റോട്ടിലെ വെള്ളം എടുക്കണേ ഉണ്ടോ? ഇവിടെയൊക്കെ 5 തോട്ടുണ്ട്. ഇങ്ങനെ 5 തോട്ടുണ്ട്. സൗകര്യം ഇല്ലാണ്ട് ഇങ്ങനെ തോട്ടൊക്കെയാണ്. അല്ലേ ആണ് ഇവിടെ നന്നായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. നീക്ക് നന്നായിട്ട് ഈ പുക നന്നായിട്ട് നിൽക്കണം. പുക അങ്ങോട്ട് പോണില്ല. പുക അങ്ങോട്ട് ഔത്തേക്ക് വന്നിട്ട് അടഞ്ഞിക്കുകയാണ്. കണ്ടില്ലേ? ഇതെങ്ങനെയാണ് കിടക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണ്. ഇന്നാരും മൈൻഡ് ചെയ്യണില്ല. ഇല്ലേ ഇതൊക്കെ ചെങ്ങനെ നിൽക്കുകയാണ്. വന്ന് നിൽക്കാൻ ഇനിയിപ്പോൾ വന്ന് നിൽക്കാൻ ഇവിടെ കാട്ടിലൊക്കെ വന്നതിനാണ് ആൾക്കാർക്ക് കണ്ടില്ലേ? ഇതൊക്കെ പൊട്ടി മൊത്തം പൊട്ടി. ഒരുപാട് വട്ടം പറഞ്ഞാണ്. ആരും എൻ്റെ ഇല്ല. പിണറായി സർക്കാരിന് ഞാൻ ഒരുപാട് വട്ടം പരാതി കൊടുത്തതാണ്. പിണറായി സർക്കാരെ വിളിച്ചാണ്. പിണറായി സർക്കാരിൻ്റെ ഫീ എടുത്തുകൊണ്ട് ഫോണോട് വെച്ചിരിക്കുക. പൊട്ടിയെടുക്കുന്നു. ഒരു പരാതി നമ്മൾ പരാതി കൊടുത്താണ്. പരാതി കൊടുത്ത് 10 പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്കാണെങ്കിൽ 10 പരാതി, സർക്കാരിനാണെങ്കിൽ 10 പരാതി, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 20 പരാതി, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി നെവസപ്പൽ 20 പരാതി കൊടുത്തു. ആ 20 പരാതിക്കും ഒരു ഫലം കണ്ടില്ല. ഇല്ലേ? അല്ല 20 പരാതിക്കും ഫലം കണ്ടില്ല. പിന്നെ എങ്ങനെ? അതാണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം പൊട്ടി കിടക്കണോ കണ്ടില്ലേ? ഒരുപാട് പൊട്ടി കിടക്കുന്നു. മൊത്തം പൊട്ടി കിടക്കുക. ഇതൊക്കെ പൊട്ടി. ജനാലിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടി കിടക്കുക. സംഖ്യ വരും മാറ്റണീര്. ഒരു സംഖ്യ വരും. പൊട്ടിയെടുക്കുക. ഒരു പറയും ഒക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. പൊട്ടിയെടുക്കുന്ന ഭാഗമാണ് ഇതൊക്കെ പൊട്ടി. അവിടെയും പൊട്ടിക്കെടുക്കുകയാണ്. ഒരു പറയില്ല. സർക്കാർ ഒരു കാര്യം ചെയ്യുന്നില്ല. സർക്കാർ മൈൻഡ് ഒരുപാട് വട്ടം ഈ വിഷയം പറഞ്ഞതാണ്. ആരും കേട്ടിട്ടില്ല. പണി തുടങ്ങി ഒരാ പൈസ ഒരുപാട് പൈസ വരും. ചെറിയ താറൊക്കെ പൊട്ടിക്കും. ഇല്ലേ? ഈ പൈസ കൊണ്ട് പോരാ. ഈ നമ്മൾക്ക് എന്താ നല്ല സംഖ്യ വരും. സാധനം വാങ്ങാനൊക്കെ നല്ല പൈസ വരും. നല്ല ഞാനെൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അസുഖമാസം എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അസുഖമാസ സഹായത്തോടെയാണ് ഉപ്പൻ്റെ വകലായിട്ടാണ് മാസം കൂടെ ചേർത്തിയത്. മാസം അതിൻ്റെ പൈസ കൊടുക്കുന്നു. ഇതൊക്കെ പൊട്ടിയെടുക്കണേ. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരും എൻ്റെ ഉണ്ടാകും പൊട്ടിക്കണോ? ഒക്കെ പൊട്ടിയിരിക്കുകയാണ്. ചൂടിട്ടുകൊണ്ട് പൊട്ടിയിരിക്കുകയാണ്. കണ്ടോ? ഒക്കെ പൊട്ടിക്കൊണ്ട് ഇതാണ് കോയൽ. ഇത് കോയലാണ്. കോയിലടക്കം പൊട്ടിക്കൊണ്ടിരിക്കണം. ഈ കോയലിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിക്കണ്ട. ഇവിടെയൊക്കെ പൊട്ടുണ്ട്. പൊട്ടിക്കണം. ഇവിടെയൊക്കെ പൊട്ടിക്കണ്ട്.
സർക്കാർ ഒരു തീരുമാനം കാണില്ല. പിണറായി സർക്കാരും അതുപോലത്തെ ഇവിടുത്തെ കൊണ്ടോട്ടി MLA, ഇവിടുത്തെ വാർഡ് മെമ്പർ, ചെമ്പാറമ്പൽ വാർഡ് ഒന്നും കാണില്ല. ഒക്കെ പൊട്ടിയെടുക്കണം. ഈ ഭാഗത്തൊക്കെ പൊട്ടിക്കണം. ഒക്കെ പൊട്ടിക്കണം. ഇത് ആണ്ട് എത്തിക്കാം. ഇതിന് കുറെ വട്ടം പറഞ്ഞു കോൺഗ്രസിന്റെ ആൾക്കാരോട്, കോൺഗ്രസിന്റെ പിന്നെ വന്നു. റമത്താക്കൊക്കെ പൂസലില്ല. ഇതാണ്ട് അതൊക്കെ പൊട്ടിയെടുക്കണം. അതൊക്കെ മാറ്റണം. അതൊക്കെ സമയത്ത് കാലടിച്ച് കാണിക്കുന്ന ഇത് പെരക്ക് പോകും. കാലടിച്ച് കാണ്ട് പെരമിലേക്ക് പോകും. അതൊക്കെ തകർന്നുകൊണ്ടിരിക്കണം. തകർന്ന സ്ഥിതിയാണ്. ആ തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണല്ലോ. ഇതൊക്കെ തകർന്ന് നിൽക്കണേ കേട്ടോ. ഏത് സമയത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. പൊട്ടിയിരിക്കണം. ഏത് സമയത്ത് തകരും. ഈ മതിലേനെ അയച്ച് പണിയെടുക്കണം. ഇതൊന്നും ഇവിടുത്തെ ചെയ്യുന്നില്ല. അതിന് അധികാരം ഇവിടുത്തെ വാട്ടർ അതോറിറ്റിന്റെ ആൾക്കാർ, ഇവിടുത്തെ മെമ്പർമാർ, ചെമ്പാറമ്പത്തെ മെമ്പർമാർ, ഇവിടെ ജയിച്ച വോട്ടർമാരാ തൊള്ള കൂട്ടിയിരിക്കുകയാണ്. ഒന്നും മിണ്ടണില്ല. കാരണം അതാണ്, മെമ്പറോട് ഒരു അക്ഷരം മിണ്ടണില്ല. ഇത് മൊത്തം പൊട്ടിയെടുക്കണേ. നല്ല ആൾക്കാർ കീർത്തം ഉണ്ടാവും. മൊത്തം പൊട്ടിയെടുക്കണോ. പൊട്ടിയിരിക്കണേ. മാറ്റം സംഖ്യ വരും. ഒരു സംഖ്യ വരും. മാറ്റം സംഖ്യ ചെലവാക്കണം. 1000 വെള്ളമൊക്കെ ഔത്ത് പിടിക്കണം. ഒരു പറയില്ല ഉണ്ടല്ലേ. ഇവിടൊക്കെ പൊട്ടിയെടുക്കണം. ഒന്നുമില്ല. വെറുതെ വലിയൊരു 101 കോടി പിന്നെ ടാങ്ക് ഉണ്ടാക്കി. അത് ഇവിടെ മൊത്തം പൊട്ടിണ്ടാവും. ഒക്കെ പൊട്ടിട്ടുണ്ട്. ഏത് സമയത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്തും പൊട്ടി. ഇതൊന്നും ശരിയാക്കില്ല. അപ്പൊ ആ ഭാഗത്തൊക്കെ പൊട്ടിപ്പിടിക്കണം. ഇത് സംഖ്യ വരും. ഒരു സംഖ്യ പൊട്ടും. ഒരുപാട് പണികളായിട്ടില്ല. നമ്മൾ കുറെ വട്ടം പറഞ്ഞു. പിന്നെ KK റഫീഖിനോട്, കോൺഗ്രസിന്റെ KK റഫീഖ് ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് കാണുന്ന ആൾക്കാർ, ലൈവ് കാണുന്ന ആൾക്കാരോട്, നമ്മുടെ കോൺഗ്രസിന്റെ KK റഫീഖിനോട്, അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ മടുത്ത് ചെറിയാപ്പാക്കാനോട്, പിന്നെ ചെറിയാപ്പാക്കാന്റെ ഏട്ടനോട്, അതുപോലെ ആരിപ്പാക്കാനോടൊക്കെ ഈ വിഷയം നമ്മൾ പറഞ്ഞതാണ്. ആരിപ്പാക്കാന്റെ മോനോട് പറഞ്ഞു. ആരിപ്പാക്കാന്റെ മോനക്കൂടെ നോക്കാൻ സമയം. അതുപോലെ തന്നെ പിന്നെ ദാവൂദിനോട് പറഞ്ഞിട്ടുണ്ട്. റമ്മത്താക്കാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുറക്കലത്തെ അനീപ്പാക്കാട് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും ബോധമില്ല. തുറക്കല നാസറാക്കാനോട് അവ ഇതിന്റെ മുന്നേറ്റം പറയാവട്ടോ. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റുമാണ്. ആ മതില പൊളിഞ്ഞു പോകും. പൊളിഞ്ഞു വെക്കുകയാണെങ്കിൽ ആ പെരമിലേക്കാണ്. ആ പെര പൊളി. ഈ മതിൽ വീണാല് ഉണ്ടാവും ആ പെര പൊളി. കണ്ടോ, അവിടെ പൊട്ടിയെടുക്കണം. കണ്ടില്ലേ പൊട്ടിയിരിക്കണേ. ഇതൊക്കെ പൊട്ടിയിരിക്കണം. കേട്ടോ, ഇതൊക്കെ മൊത്തം പൊട്ടിക്കൊണ്ടിരിക്കണം. ഒരു വലയില്ല. ഇതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കണം. ഈ മതിൽ തന്നെ മാറ്റണം. മതിൽ കഴിച്ച് ഒഴിവാക്കണം. കാരണം പെരമിലേക്ക് പോകും. ഒരിതില്ല. അതായിരുന്നു പൊട്ടിക്കടിക്കണം. ഒരു വലയില്ല. അതാണ്, ഒരു വലയില്ല. പൊട്ടിക്കാണ്ടിരിക്കണം. ഒന്നും പറഞ്ഞു കേൾക്കണം. പൊട്ടിക്കടിക്കുക. മൊത്തം
മൊത്തം പൊട്ടിക്കൊണ്ടിരിക്കുക, ആരും മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, ഇവിടുത്തെ പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, പിന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരോട്, ലീഗിൻ്റെ ആൾക്കാരോട്, ഇവിടുത്തെ ലീഗിൻ്റെ പിന്നെ 3-ാം വാർഡത്തെ മെമ്പറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മേലങ്ങാടിയുള്ള ദാവൂദിനോട് KK റഫീഖിനോട്, അതുപോലെ തുറക്കത്തെ നാസറാക്കാൻ്റെ പിന്നെ ഷെരീഫാത്താനോട്, എല്ലാവരോടും ഈ വിഷയം പറഞ്ഞാണ്. ആരിത് ഒരു വില വെക്കണില്ല, എല്ലാവരും മൈൻഡ് ചെയ്യണില്ല. ഈ പറഞ്ഞ പിണറായിക്ക് ഞാൻ കത്തയച്ചാണ്. 10 പരാതി പിണറായിക്ക് കത്തയച്ചിട്ടുണ്ട്, 10 പരാതി. അതുപോലെ കളക്ടർക്ക് 20 പരാതി, 15 പരാതി മുനിസിപ്പാലിറ്റിയിലേക്ക്, 15 പരാതി മുനിസിപ്പാലിറ്റിയിലുണ്ട്, 15 20 പരാതി മുഖ്യമന്ത്രിക്ക്, 20 പരാതി. അതിന് 35 പരാതിയാണ് ആദ്യം കൊടുത്ത പരാതി, 35 അത് മന്ത്രിക്ക്. അത് കഴിഞ്ഞാൽ വേറൊന്ന് കൊടുത്തു, അതും കൊടുത്ത് അത് മുഖ്യമന്ത്രിക്കാണ്. അങ്ങനെ 40 പരാതി ഇപ്പോൾ തിരുവനന്തപുരത്ത് കെട്ടിക്കെടുക്കുക. ആ 40 പരാതി ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ 40 പരാതിക്കും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പൊട്ടിക്കെടുക്കുക. അതെ, ആ കുടം ഉണ്ടായിട്ടേ മേലെ കുടം എടുത്തോണ്ട് കൊണ്ടുപോയില്ല, വിളിക്കുക. എന്നവേ കുടം ഉണ്ടേ. ഈ 40 പരാതി നമ്മൾ കൊടുത്ത്, ഈ 40 പരാതിക്കും ഒരു ഫലം കണ്ടില്ല. ആണോ, പൊട്ടിയിരിക്കുന്നു. ഇതെല്ലാവരും കണ്ടുപോലെ 40 പരാതി മുഖ്യമന്ത്രിന്റെ മേശപ്പുറത്തിലേക്ക് പോയിട്ടുണ്ട്. കളക്ടർക്കാണെങ്കിൽ ഒരു 60 പരാതിന്റെ മേല കളക്ടർക്കും പോയിട്ടുണ്ട്. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കാരണം മൊത്തം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിക്കെടുക്കുന്ന അടികൾ ഇതൊക്കെ പൊട്ടിക്കെടുക്കുകയാണ്. ആ എയർപ്പൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അന്ന് എടുത്താണ്. കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇതിൽ ബിസിനിക്കാരെടുത്തതാണ്. പക്ഷെ അതിൻ്റെ പൈസ ഫുള്ള് എന്തായി, കമ്മിറ്റി എടുത്തത് നന്നായില്ല. കമ്മിറ്റി എടുത്താൽ മാത്രമേ കമ്മിറ്റി തരില്ല. അപ്പോൾ ഇതാണ് മൊത്തം പൊട്ടുണ്ട്. മഴയുടെ വെള്ളം നായിലെടുക്കുകയാണ്. കേട്ടോ പൊട്ടിരിക്കുന്നത്. കാരണം ഇതിന് വേണ്ടി നമ്മൾ പരാതി നൽകിയതാണ്, നന്നാക്കാൻ വേണ്ടി കൊടുത്തതാണ്. വെള്ളം വന്നാൽ എടുക്കണ്ട, വെള്ളം നിൽക്കുന്നത് മുറ്റത്ത് വെള്ളം നിൽക്കുന്നു, ഒരു ഫലമില്ല. ഇവിടെ വന്നുകൊണ്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. കുറേ പെണ്ണുങ്ങളൊക്കെ കണ്ടു പോയിട്ടുണ്ട്, ഒരാണും വന്നു പോയിട്ടുണ്ട്. കാരണം അവനൊക്കെ പൈസക്കെട്ടും കൊണ്ട് മാത്രം പുറത്തെടുക്കണമല്ലോ, പൈസക്കെട്ട് പുറത്തിറക്കൂലല്ലോ. അതാണ്. അപ്പം വന്ന് പോയിട്ടുണ്ട്, കണ്ടുകൊണ്ട് പോയിട്ടുണ്ട്, ഒന്നും പുറത്തിറക്കിയിട്ടില്ല. അതാണ്. ഒരു പെണ്ണും വന്ന് ഒരു ആണും വന്ന് കണ്ടുപോയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തീരുമാനത്തില്ല, കണ്ടുപോയല്ലാതെ പൈസ ഇറക്കൂല. അതാണ്. പൈസ പോയാൽ കിട്ടില്ലല്ലോ, പാങ്ങക്ക് കൊടുത്താൽ പോയി. എന്നാൽ ഈ ഇല്ലാത്തവർക്ക് കൊടുക്കൂല. ഈ ഉള്ളവനെന്നും പൈസയാണ്. ഈ ഉള്ളവനെന്നും പൈസക്കെട്ട് ഉണ്ടാവും. ഈ ഉള്ളവനെന്നും പൈസക്കെട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലേ? ഉള്ളവനൊന്നും പഠിച്ചവന് പൈസക്കെട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ്. മറ്റുള്ള കാര്യങ്ങൾ കാണില്ല, ഇതൊക്കെ പൊട്ടിയെടുക്കണം. അതാണ്. പൊട്ടി ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും പൊട്ടിയെടുക്കും. ഒരു ഭാഗത്ത് മാത്രമല്ല, മൊത്തം പൊട്ടിയെടുക്കണം. ഇവിടെയൊക്കെ പൊട്ടിയെടുക്കുന്നുണ്ട്. ഒരു പാലയും ഇല്ല, അതിന് പാലയും കണ്ടില്ല. അതാണ്. ഒക്കെ പൊട്ടിയെടുക്കണം. കണ്ടില്ലേ? ഈ ഇല്ലാത്ത ആൾക്ക് ഈ പഠിച്ച എന്താണ്, ഈ ഇല്ലാത്തത് കൊടുക്കൂല, ഈ ഉള്ളവനെന്നും വാരി കൊടുക്കും. അതാണ് ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. പൊട്ടിയിരിക്കണം. ഇത് വേക്കുപാറാണ് പൊട്ടിയിരിക്കുന്നു. മേലൊക്കെ പൊട്ടുണ്ട്. മേലൊക്കെ പൊട്ടുണ്ട്. ഈ സമയത്തും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. മേലെ വരെ പൊട്ട്. ഇവിടെയൊക്കെ പൊട്ടുക, ഈ ഭാഗത്തൊക്കെ പൊട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പൊട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടുക, ഈ ഭാഗത്തൊക്കെ പൊട്ടുണ്ട്. പൊട്ടിക്കൊണ്ടിരിക്കുക.
പൊട്ടിയിരിക്കണം. എല്ലായിടത്തും പൊട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ഇവിടെ ഒക്കെ പൊട്ടാ, പൈപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ പൊട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും പൊട്ടിക്കൊണ്ടിരിക്കണം. ഒരു ഫലയില്ല. കാരണം ഇവിടുത്തെ കൊണ്ടോട്ടിയിൽ നേതാവ് പറഞ്ഞ് നടക്കല്ലാതാ. ആ നേതാവിനെ കൊണ്ട് ഒരു കാര്യമില്ല. തുറക്കലുണ്ട് നേതാവ്, ഒരു പിന്നെ നാസറാക്ക, എത്തിനും പറ്റില്ല. നാസറാക്കാനും പറ്റില്ല. നാസറാക്ക ഇപ്പോൾ രണ്ടാം വാർഡ് നിൽക്കാൻ നിൽക്കുക. രണ്ടാം വാർഡ് വോട്ട് എടുക്കരുത്. രണ്ടാം വാർഡ് ജയിപ്പിച്ചാൽ നിൽക്കുക. ആരും ജയിപ്പിക്കരുത്, തോൽപ്പിക്കുക. അല്ല എന്തിനോട് ചോദിക്കുക. ഒരു കാര്യം പറഞ്ഞേക്കാത്ത നേതാക്കന്മാർ നടക്കുക, തോൽപ്പിച്ച് ഇവിടെ അല്ലാതാ. ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. തോൽപ്പിച്ച് നല്ല മഴയുണ്ട്, ഒന്നും നന്നാക്കിയിട്ടില്ല, മൊത്തം പൊട്ടിയെടുക്കണം. ഒരു പറയില്ല, നന്നാക്കി തരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ കാണാം.